ഹലോ, എല്ലാവർക്കും നമസ്കാരം. സോ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ഷോസ്ബർഗിലെ ഒരു റെയിൽവേ റോഡിലാണ്. സോ ഒരു റെയിൽവേ റൈൻ നമുക്ക് ജസ്റ്റ് ഒരു 45 മിനിറ്റ്സ് നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ അതൊരു സീനിക് വ്യൂ ആണ്. സോ അത് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി പോകുന്നത് നമ്മുടെ അമിഷ് വില്ലേജിൻ്റെ സൈഡിൽ കൂടെയാണ്. അപ്പോൾ അമിഷ് വില്ലേജ് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു സീനിക് വ്യൂ ആയിട്ടാണ് ഈ റെയിൽ റോഡ് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പെൻസിൽവാനിയയിലെ വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ 189 വർഷം പഴക്കമുള്ള ഒരു റെയിൽ റോഡ് കാണാനാണ് സ്ട്രോസ്ബർഗ് റെയിൽ റോഡ്. ഇത് വിനോദയാത്രക്കാർക്ക് വേണ്ടി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഒരാൾക്ക് $16 ഫീ. ഞങ്ങൾ ജനറൽ കമ്പാർട്ട്മെന്റ് ടിക്കറ്റും വാങ്ങി ഏകദേശം 1.5 മണിക്കൂർ ടൈം ഉള്ളതുകൊണ്ട് ഇവിടെ മുഴുവൻ നടന്നു കണ്ടു. ഈ ട്രെയിനിലെ ഓരോ കമ്പാർട്ട്മെന്റ്സും വളരെ ഡിഫറെൻ്റ് ആണ്. പ്രസിഡൻഷ്യൽ കാർ, ഫസ്റ്റ് ക്ലാസ്, ഡൈനിങ് കാർ, ഓപ്പൺ എയർ കാർ, കോച്ച് അല്ലെങ്കിൽ ജനറൽ കമ്പാർട്ട്മെന്റ്. ഇതെല്ലാം യാത്രക്കാരുടെ ആവശ്യമനുസരിച്ച് അവരവർക്ക് ചൂസ് ചെയ്യാം. എല്ലാത്തിനും ഡിഫറെൻറ്റ് ചാർജ് ആണ്. യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അറേഞ്ച്മെന്റ്സ് ഉള്ള അമേരിക്കയിലെ ഒരേ ഒരു വുഡൻ ഡൈനിങ് കാർ സ്ട്രോസ്ബർഗ് റെയിൽ റോഡിലാണ് ഉള്ളത്. പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്ന് ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിൽ കയറി. ഞങ്ങൾ ഇപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. ട്രെയിനിൽ ഇപ്പോൾ പോകാം. ഞങ്ങളുടെ ഈ ട്രെയിൻ യാത്ര ഒരു ഗൈഡഡ് ടൂർ തന്നെയായിരുന്നു. പോകുന്ന ഇരുവശത്തുമുള്ള മനോഹരമായ കാഴ്ചകളും റെയിൽ റോഡിനെ പറ്റിയുള്ള ഹിസ്റ്ററിയും ഇതിൽ മുഴങ്ങിക്കേട്ടു. 1832 സ്ഥാപിച്ച ഈ റെയിൽ റോഡ് മെയിനായിട്ടും യാത്രക്കാർക്കും പെൻസിൽവാനിയയിലേക്ക് പലതരത്തിലുള്ള ഗുഡ്സും കൊണ്ടുപോകാനായിരുന്നു. മിനിറ്റ്സ് ട്രെയിൻ റൈഡിൽ ഇരുവശത്തും മനോഹരമായ അമിഷ് വില്ലേജിന്റെ ഭംഗി കാണും. കാറ്റൽ ഫാം, അമിഷ് ഹൗസസ്, അവരുടെ സ്കൂൾ, പ്ലേ ഗ്രൗണ്ട്, 5 ഏക്കറിൽ കോൺമേസ് ഫാം എല്ലാം കൂടി ഒരു വളരെ സീനിക് വ്യൂ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം നടന്നപ്പോൾ ദേശീയ ഗതാഗതം മെച്ചപ്പെട്ടു. അതേ തുടർന്ന് ഈ റെയിൽ റോഡിന്റെ ആവശ്യകതയും കുറഞ്ഞു വന്നു. പിന്നീട് അങ്ങോട്ട് ഇവിടെയുള്ള ജനങ്ങൾ പലതരത്തിലുള്ള വാഹനങ്ങളെ ആശ്രയിച്ചു. 1957 തുടർച്ചയായി ഉണ്ടായ കൊടുങ്കാറ്റിൽ റെയിൽ ട്രാക്കിൽ നാശം വന്നു. ഇതേ തുടർന്ന് കാർഗോ സർവീസുകളും ജനങ്ങളുടെ പോക്കുവരവും നിർത്തിവെച്ചു. പിന്നീട് അങ്ങോട്ട് ആർക്കും തന്നെ ഇത് പുതുക്കി പണിയാനുള്ള ഉത്സാഹം കണ്ടില്ല. അതേ തുടർന്ന് കുറേ വർഷത്തേക്ക് പൂർണ്ണമായി ഈ റെയിൽ റോഡ് നിർത്തിവെച്ചു. പിന്നീട് 1958 റൊണാൾഡ് ആൻഡ് ഹെൻറി ഈ റോഡ് നന്നാക്കാനുള്ള പ്ലാൻ ഇട്ടു. അവരിത് നന്നാക്കിയതിനു ശേഷം വിനോദസഞ്ചാര കേന്ദ്രമാക്കി പ്രഖ്യാപിച്ചു. 2008 ടൂറിസ്റ്റ് റെയിൽ റോഡിന്റെ 50ാമത് ആനിവേഴ്സറിയും അവർ ആഘോഷിച്ചു. ഇങ്ങനെ പല ഹിസ്റ്ററികളും മനോഹരമായ കാഴ്ചകളും കണ്ട് ഞങ്ങളുടെ 45 മിനിറ്റ് കടന്നുപോയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. സോ ഇതിന് പ്രത്യേകതയുണ്ട്. നമുക്ക് സീറ്റിന് പ്രത്യേകതയുണ്ട് ട്രെയിനിൽ പോകുമ്പോൾ. സോ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ സീറ്റ് നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. സോ അതേപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഈ സീറ്റ് അതേപോലെ തന്നെ പൊക്കി ഇപ്പുറത്തോട്ടും വയ്ക്കാം. അപ്പോൾ നമുക്ക് ആ മോഷൻ സിഗ്നൽസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്.
സോ ദാറ്റ്സ് ആക്ച്വലി ഗുഡ് ഐഡിയ. സോ ഇനി ട്രെയിൻ റൈഡ് കഴിഞ്ഞു, നമുക്ക് നേരെ ഇനി പുറത്തോട്ട് പോകാം. അങ്ങനെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് സ്റ്റേഷനിലെത്തി. പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് കൂടുതൽ കറങ്ങാൻ നിൽക്കാതെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പിടിച്ചു. പിന്നീട് ഞങ്ങൾ പോയത് ഒരു പ്രത്യേകതരം ആനിമൽ ഫാമിലോട്ടായിരുന്നു. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നും. 30 ഏക്കർ ലാൻഡിലുള്ള ഈസ്റ്റ്ലൻഡ് അൽപാക്ക ഫാം. ഇത് ലങ്കാസ്റ്ററിൽ തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ കുറച്ച് പൂച്ചകളെ കണ്ടു. ഞങ്ങൾ ആദ്യം വെൽക്കം ചെയ്യുന്ന ഈ പൂച്ചകളാണ്. നമ്മൾ ഫാമിലി വന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വെൽക്കം ചെയ്യാം, പൂച്ചകൾ കാണുമെന്ന്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു ഫാമിലാണ്. നമ്മൾ ഒത്തിരി ടൈപ്പ് ആനിമൽസിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതെന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ്. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനൊരു ആനിമലിനെ. ഇതെന്ന് പറയുന്നത് ഒരു ഹാഫ് ഷീപ്പ് പിന്നെ ഹാഫ് ക്യാമൽ എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു ആനിമലാണ്. ഇതിൻ്റെ പേര് അൽപാക്ക. അപ്പോൾ ഞങ്ങൾ ലങ്കാസ്റ്ററിലുള്ള ഈസ്റ്റ്ലാൻഡ് അൽപാക്ക ഫാമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഞങ്ങൾ ഇവിടെ കൂടെ പോയപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് കയറിയതാണ്. കയറിയ വഴി തന്നെ അടിയിലുണ്ടോ പൂച്ചകൾ നിൽക്കുക ഞങ്ങളുടെ ചുറ്റും. ചില്ലുവിന് ഇഷ്ടപ്പെട്ടു തോന്നുന്നു, കാലിൽ കൂടെ എല്ലാം ചുറ്റി നടപ്പുണ്ട്. സോ ഇനി ഫാമിൽ അവർ പറഞ്ഞു ഇന്ന് ടൂറൊന്നും അധികം ഇല്ല, സോ നിങ്ങൾക്ക് പോയി കണ്ടോളാനാണ് പറഞ്ഞത്. ഭയങ്കര തണുപ്പുമാണ്, കാരണം ഓൾറെഡി നമ്മളൊരു മൗണ്ടൻ്റെ മുകളിലേക്കാണ് വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. സോ നമുക്കൊന്ന് ഉള്ളോട്ട് കയറി നോക്കാം. ഒരു പൂച്ച ഇങ്ങനെ ഞങ്ങളുടെ പുറകിൽ തന്നെ നടക്കുകയാണ് കുറേ നേരമായിട്ട്. ഇവിടെ നിറയെ പൂച്ചകളാണ്. ഈ ഫാം പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ പൂച്ചകളാണെന്ന് തോന്നുന്നു. ചീറ്റുന്നുണ്ട്. ഇഷ്ടല്ലേ? തൊടുന്നതിലാണോ? അതെനിക്കറിയില്ല. എനിക്ക് പേടിയാണ്. കഴിച്ചാൽ തീർന്നു. അൽപാക്കകൾ ശരിക്കും രണ്ടിനത്തിലാണ് കാണുന്നത്. സൂരി അൽപാക്കയും ഹുവക്കായ അൽപാക്കയും. ബോഡി ലാംഗ്വേജ് വെച്ചാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഈ കാണുന്നതാണ് അൽപാക്ക എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇപ്പോൾ കണ്ടിട്ട് ഷീപ്പിനെ പോലെയും അതുപോലെ തന്നെ ഒരു ഹാഫ് സ്ട്രക്ചർ ക്യാമലിനെ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഒരു പെറ്റായിട്ട് വളർത്തുന്ന ഒരു ആനിമലാണ് ഇത്. അവർ വന്ന് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളുടെ അടുത്ത് നിൽക്കും എന്നാണ് പറയുന്നത്. എവറി ഇയർ അതുപോലെ തന്നെ ഇതിൻ്റെ രോമം കത്തിച്ച് നമ്മുടെ വൂളൻ ക്ലോത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിനെ മെയിനായിട്ട് ആൾക്കാർ വളർത്തുന്നത്. അൽപാക്കയുടെ മുന്നിൽ ഒരു എതിരാളി വന്നാൽ അവരിൽ നിന്നും രക്ഷപ്പെടുന്നത് തുപ്പിക്കൊണ്ടാണ്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ വൂൾ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. കുറെ വൂളിൻ്റെ എല്ലാം ആയിട്ടുണ്ട്. അഡൽട്ട് അൽപാക്കകൾ ഏകദേശം 81 to 99 സെന്റിമീറ്റർ ഹൈറ്റിലും 48 to 84 കിലോഗ്രാം വെയിറ്റിലുമാണ് കാണുന്നത്. ഇവരെന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് ആണ്. ഇത് അധികം കാണാത്ത ടൈപ്പ് സംഭവം. ക്യാമലും അതുപോലെ തന്നെ ഷീപ്പും കൂടിയും ഉള്ള ഹൈബ്രിഡ് ആയിട്ടാണ് ഈ മൃഗങ്ങളെ കാണുന്നത്. ഒരാൾ വരുന്നുണ്ട്. സോ അതിൻ്റെ ബാക്കിൽ കാണുമ്പോൾ പറയാം ക്യാമലിൻ്റെ പോലും ബാക്കിയൊക്കെ ഷീപ്പിൻ്റെ പോലും ഇരിക്കുന്നത്. സോ ആ ഒരു ഹൈബ്രിഡ് രീതി തന്നെയാണ് അത് വന്നിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഓരോ അൽപാക്കയ്ക്കും നമ്മളെപ്പോലെ തന്നെ നെയിംസ് ഉണ്ട്. ഇവർ ഏകദേശം 20 വർഷം വരെ ജീവിക്കും. ഈ അൽപാക്ക എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് അമേരിക്കൻ മൗണ്ടൻസിൽ കാണുന്നതാണ്. ഇതിൻ്റെ ബേബി അൽപാക്ക, ബേബീസിന് പറയുന്ന ക്രിയ എന്നാണ്. ഇവിടെ നമുക്ക് കാണാൻ കുറച്ച് ബേബീസ് ഉണ്ട്. ബൈ ബൈ. അപ്പോൾ ഞങ്ങൾ ഫാമെല്ലാം കണ്ട് ഇപ്പോൾ തിരിച്ച് വന്ന് കയറി വണ്ടിയിൽ. ഇവിടെ ഭയങ്കര തണുപ്പ്, ഭയങ്കര കാറ്റ്, ഒരു രക്ഷയില്ല. അതായിരുന്നു
അത് കാരണം ഞങ്ങൾ ഫാമിൻ്റെ കുറേയൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാണാൻ രസമുണ്ട്. ഇത് സൗത്ത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഇതാണ്. സൗത്ത് അമേരിക്കയിലെ ചിലിയിലൊക്കെ പെറുവിലൊക്കെ ഇതുണ്ട്. അപ്പം ഇവിടത്തേക്ക് അവർ കൊണ്ടുവന്നു. പക്ഷെ കാണാൻ രസമുണ്ട് അല്ലേ? ഹൈബ്രിഡ് ആയത് കാണാൻ കൊള്ളാം. ഇത് ഏറ്റവും ക്ലീൻ ആനിമൽ ആണെന്നാണ് അവർ പറയുന്നത്.